നമസ്കാരം. ബിഗിനർ സീരീസിൻ്റെ 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എക്സലിൽ ഒരു ഡാറ്റ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ബിഗിനർ സീരീസിൻ്റെ ലാസ്റ്റത്തെ വീഡിയോടെയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ബിഗിനർ സീരീസിൽ എക്സലിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസും ഫങ്ഷൻസും എക്സലിൻ്റെ ഇൻ്റർമീഡിയറ്റ് സീരീസിലൂടെ പഠിക്കാം. അപ്പോൾ പ്രിൻറ്റിങ് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിച്ച പേഴ്സണൽ ഫിനാൻസ് ട്രാക്കിംഗ് എക്സൽ ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ കാണാം, നമുക്കിവിടെ ഒരു ടേബിളുണ്ട്. പിന്നെ നമുക്ക് ആ ടേബിളിൻ്റെ 2 ഗ്രാഫുകളാണുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രിൻറ്റ് ചെയ്യാനായിട്ട് എക്സലിൽ 2 മെത്തേഡാണുള്ളത്. ഒന്നെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായ Ctrl+P ഞെക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫയൽ എന്ന് പറഞ്ഞ് ടാബിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് അവിടെ ഒരു പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ഈ ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ കാണാം, ഇവിടെ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ നമ്മുടെ പേപ്പറിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റയുടെ വ്യൂവിനെ നമ്മൾ പ്രിൻ്റ് പ്രീവ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് പ്രീവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ പേപ്പറിൽ വരുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രിൻ്റ് പ്രീവ്യൂവിൻ്റെ താഴെ നമുക്കിവിടെ എത്ര പേജ് ഉണ്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം 2 പേജുകളുണ്ട്. അപ്പോൾ നമുക്ക് 2ാമത്തെ പേജിൽ പോകണമെങ്കിൽ ഈ ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 2ാമത്തെ ഗ്രാഫ് 2ാമത്തെ പേജിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് 2 പേജുകൾ കിട്ടും. ആദ്യത്തെ പേജിൽ നമുക്ക് നമ്മുടെ ടേബിളും ഒരു ഗ്രാഫും, 2ാമത്തെ പേജിൽ നമ്മുടെ 2ാമത്തെ ഗ്രാഫും, അങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്ത് വരാൻ പോകുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രിൻ്റ് ആവും. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ നമുക്ക് എത്ര കോപ്പി പ്രിൻറ്റ് ചെയ്യണമെന്നാണ്. പിന്നെ അതിൻ്റെ താഴത്തെ ഓപ്ഷൻ നമ്മുടെ പ്രിൻ്റർ ഏതാണെന്ന് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അല്ലെങ്കിൽ നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യാൻ പ്രിൻ്റ് ടു PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രിൻ്ററിൻ്റെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ കളർ പ്രിൻ്റ് വേണോ, അല്ലെങ്കിൽ 1 സൈഡ് ആണോ 2 സൈഡ് ആണോ പ്രിൻ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പ്രിൻ്റർ പ്രോപ്പർട്ടീസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രോപ്പർട്ടീസ് നമ്മുടെ പ്രിൻ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്മൾ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിപ്പോൾ ഓപ്പൺ ആക്കുന്നില്ല. പിന്നെ അതിൻ്റെ താഴെയുള്ള ഓപ്ഷനാണ് പ്രിൻറ്റ് ആക്റ്റീവ് ഷീറ്റ്സ് എന്നാണ് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്ന ഷീറ്റ് പ്രിൻ്റ് ആവും, ഇല്ലെങ്കിൽ നമ്മൾ എൻറ്റയർ വർക്ക് ബുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ടാബ് ഉണ്ടെങ്കിൽ 2 ടാബും പ്രിൻ്റ് ആവും. ഇല്ലെങ്കിൽ നമ്മളൊരു ഡാറ്റയും മൗസ് വെച്ച് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിൻ്റ് സെലക്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെലക്ട് ചെയ്ത ഏരിയ മാത്രമേ പ്രിൻ്റ് ആകത്തുള്ളൂ. അതായത് നമുക്ക് ഈ ടേബിൾ മാത്രം പ്രിൻ്റ് ചെയ്താൽ മതിയെങ്കിൽ മൗസ് വെച്ച് ഈ ടേബിൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ പ്രിൻ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ മാത്രമേ പ്രിൻ്റ് ആകത്തുള്ളൂ. പിന്നെ അതിൻ്റെ താഴെയുള്ള ഓപ്ഷനാണ് ഏതൊക്കെ പേജാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതൊരു വലിയ ഡാറ്റയാണ്. നമുക്ക് ഒരു ടോട്ടൽ ഒരു 10 പേജസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പെസിഫിക് റേഞ്ച് സെലക്ട് ചെയ്യാനാണ് ഈ ഓപ്ഷൻ. അതായത് നമുക്കിപ്പം 5ാമത്തെ പേജ് മുതൽ 10ാമത്തെ പേജ് മാത്രം മതിയെങ്കിൽ നമ്മൾ ഈ 5 to 10 എന്ന് ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേജ് മാത്രമേ പ്രിൻ്റ് ആകത്തുള്ളൂ. അതിൻ്റെ താഴെയുള്ള ഓപ്ഷനാണ് കൊളേറ്റഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം 2 ഓപ്ഷനാണ്, കൊളേറ്റഡും അൺകൊളേറ്റഡും. അപ്പോൾ കൊളേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്ന പോലെ നമുക്ക് 3 പേജ് ഉണ്ടെങ്കിൽ അത് 1 2 3 1 2 3 ആ ഓർഡറിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. അൺകൊളേറ്റഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 കോപ്പി ആണെങ്കിൽ ഫസ്റ്റ് പേജ് 3 വട്ടം പ്രിൻറ്റ് ചെയ്യും, സെക്കൻഡ് പേജ് 3 വട്ടം പ്രിൻറ്റ് ചെയ്യും, തേർഡ് പേജ് 3 വട്ടം പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റായിട്ട് വേണമെങ്കിൽ നമ്മൾ മാനുവലി പേജ് 1ഉം 2ഉം 3ഉം എടുത്ത് അറേഞ്ച് ചെയ്യേണ്ടി വരും. അടുത്ത ഓപ്ഷനാണ് ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ഓറിയൻറ്റേഷനാണുള്ളത്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. അപ്പോൾ ഇപ്പോൾ ബൈ ഡീഫോൾട്ട് പോർട്രേറ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിൻ്റെ ലെങ്ത്ത് കൂടി, അതുകൊണ്ടാണ് നമ്മുടെ സെക്കൻഡ് ഗ്രാഫിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് പേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിൻ്റെ ബാക്കി കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെയായിരിക്കും പ്രിൻ്റ് ആവുന്നത്. അതുകൊണ്ട് പ്രിൻറ്റ് പ്രീവ്യൂവിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനിൽ തന്നെ പ്രിൻറ്റ് ചെയ്യണം. പക്ഷേ ഈ ഗ്രാഫുകളെല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം അടുത്ത ഓപ്ഷൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പേപ്പർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് A4 ഷീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വലുതായ A3 അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പേപ്പറിൻ്റെ സൈസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. പിന്നെ അതിൻ്റെ താഴെയുള്ള ഓപ്ഷനാണ് മാർജിൻ സൈസ് സെലക്ട് ചെയ്യാൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും ഡീഫോൾട്ടായിട്ട് നോർമൽ മാർജിൻസ് ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ മാർജിൻ്റെ സൈസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വൈഡ് മാർജിൻ വേണമെങ്കിൽ നമ്മൾ ഈ വൈഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ
നമുക്കിവിടെ കാണാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് പ്രിവ്യൂവിൽ ഈ ഡാറ്റ ഇതിൻ്റെ എഡ്ജിൽ നിന്ന് കുറച്ചുകൂടെ മാറി അഡ്ജസ്റ്റ് ആയേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാർജിൻ ഏരിയ കുറയ്ക്കണമെങ്കിൽ ഈ നാരോ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡാറ്റ എല്ലാം പേപ്പറിൻ്റെ എഡ്ജിലേക്ക് കുറച്ചുകൂടെ അടുത്ത് വരും. പിന്നെ നമുക്ക് മാർജിൻ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇത് സ്കെയിലിങ്ങിന് വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻസ് ഞാൻ വേറൊരു ഡാറ്റ വെച്ചിട്ട് കുറച്ചുകൂടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു വിൻഡോ വരും. അപ്പോൾ ഈ വിൻഡോയിൽ നമ്മൾ ഡാറ്റ പ്രിൻ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ നേരത്തെ കണ്ട ഓറിയൻറ്റേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമുക്ക് പോർട്രേറ്റ് മോഡും ലാൻഡ്സ്കേപ്പ് മോഡും ഉണ്ട്. പിന്നെ നമുക്കുള്ള ഓപ്ഷനാണ് സ്കെയിലിംഗ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ 100 കൊടുത്തേക്കുന്ന കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റയെ കുറച്ചുകൂടെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡാറ്റ നമ്മുടെ പേജിൽ ഫിറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ 100 വാല്യൂ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റയെ അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി എക്സ്ട്രാ സ്പേസ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റയെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ പേജിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഓപ്ഷനാണ് നമ്മൾ നേരത്തെ കണ്ട പേപ്പർ സെലക്ട് ചെയ്യാനുള്ളതും. പിന്നെ നമുക്ക് പേപ്പറിൻ്റെ ക്വാളിറ്റി സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ടാബിൽ പോവുകയാണെങ്കിൽ ഇത് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഡാറ്റയുണ്ട്. നമുക്കതിനെ പേജിൻ്റെ സെൻറ്ററിലാക്കണമെങ്കിൽ നമുക്കിവിടെ ഹൊറിസോണ്ടലി സെൻറ്റർ ആക്കാനും വെർട്ടിക്കലി സെൻറ്റർ ആക്കാനും 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത ടാബിൽ പോവുകയാണെങ്കിൽ ഇത് ഹെഡർ ആൻഡ് ഫൂട്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ ഞാൻ വേറൊരു ഡാറ്റ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ അടുത്ത ടാബിലേക്ക് പോവുകയാണെങ്കിൽ ഇത് കുറച്ച് ഷീറ്റ് ഓപ്ഷൻസ് ആണ്. ഈ ഓപ്ഷന് ഞാൻ വേറൊരു ഡാറ്റ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിവിടെ നമ്മുടെ ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഷീറ്റിലേക്ക് തിരിച്ചു പോയിട്ട് ഇനി വേറെ എന്തൊക്കെ പ്രിൻറ്റിംഗ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റിംഗ് ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു ഡാറ്റ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 80 ലൈൻസ് ഉള്ള ഒരു സെയിൽസിൻ്റെ ഡാറ്റയാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളതെന്ന് നോക്കാം. ഇപ്പോൾ എക്സലിൽ നമ്മുടെ പ്രിൻറ്റിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എക്സലിൽ 2 അഡീഷണൽ ആയിട്ടുള്ള വ്യൂ ഉണ്ട്. അത് നമ്മുടെ ഷീറ്റിൻ്റെ ഈ ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതല്ലെങ്കിൽ നമ്മുടെ വ്യൂ ടാബിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നോർമൽ വ്യൂവിലാണ്. ഇതല്ലാതെ നമുക്കൊരു പേജ് ബ്രേക്ക് വ്യൂ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പേജ് ലേഔട്ട് വ്യൂ ഉണ്ട്. അപ്പോൾ പേജ് ബ്രേക്ക് വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പേജ് ബ്രേക്ക് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത് അതൊരു പേജ് വൈസ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ പേജ് 1 എന്ന് എഴുതിയിട്ടുണ്ട്, പേജ് 4 എന്നുണ്ട്. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ പേജ് 9 വരെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ 9 പേജസിലായിട്ടായിരിക്കും ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പേജിലും എന്തൊക്കെ പ്രിൻ്റ് ചെയ്യുമെന്ന് നമുക്ക് ഈ ഓരോ ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ പേജ് ബ്രേക്ക് വ്യൂവിൽ കാണുന്ന ഈ ഓരോ ബ്ലൂ ലൈൻസിനെ നമ്മൾ പേജ് ബ്രേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോളംസ് എല്ലാം നമുക്ക് ഒറ്റ പേജിലായിട്ട് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പേജ് ബ്രേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൗസ് ഈ ബ്ലൂ ലൈൻ്റെ അടുത്ത് വരുമ്പം അതൊരു ഡബിൾ എൻഡഡ് ആരോ ആയിട്ട് മാറും. നമ്മൾ എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേജ് ബ്രേക്ക് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പേജ് ബ്രേക്കിനെ നമ്മൾ മൂവ് ചെയ്ത് ഇത്രയും ഡാറ്റേനെ നമ്മൾ ഒരു പേജിലാക്കി. പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മുടെ രണ്ടാമത്തെ പേജിൽ കുറച്ച് ലൈൻസ് പ്രിൻ്റ് ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ രണ്ടാമത്തെ പേജിൻ്റെ കൂടുതൽ ഭാഗവും എംപ്റ്റി ആണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ താഴത്തെ ലൈൻ കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പേജിൽ കുറച്ചും കൂടെ ഡാറ്റ പ്രിൻ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് കൺട്രോൾ P ഞെക്കിയിട്ട് പ്രിൻ്റ് പ്രിവ്യൂവിൽ പോയിട്ട് ഡാറ്റ എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ പ്രിൻ്റ് പ്രിവ്യൂ എന്ന് നമുക്ക് കാണാം നമ്മുടെ പേജ് ബ്രേക്ക് വ്യൂവിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പേജിലെ കുറച്ച് ഡാറ്റ രണ്ടാമത്തെ പേജിലേക്ക് മൂവ് ആയിട്ടുണ്ട്. പ്രിൻ്റ് പ്രിവ്യൂ കുറച്ചുകൂടെ വലുതായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഈ കോർണറിൽ 2 ഐക്കൺസ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേജിലെ മാർജിൻസ് കാണാൻ പറ്റും. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പേജ് ലേഔട്ട് വ്യൂവിൽ പോയിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ എന്ന് നോക്കാം. അപ്പോൾ പേജ് ലേഔട്ട് വ്യൂവിൽ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഇതൊരു പേജ് ബൈ പേജ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഫസ്റ്റ് ഷീറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഹെഡർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പേജിൻ്റെ താഴെ പോവുകയാണെങ്കിൽ ഇവിടെ ഫൂട്ടർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹെഡറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞൊരു പുതിയൊരു ടാബ് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ സെറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഹെഡറിലും ഫൂട്ടറും കോമൺ ആയിട്ട് ആഡ് ചെയ്യാറുള്ള കാര്യങ്ങൾ പേജ് നമ്പർ, ടൈം, പിന്നെ നമുക്ക് എന്തെങ്കിലും ഹെഡിങ്സോ അല്ലെങ്കിൽ ലോഗോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ഇടാറ്. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാ പേജിലും റിപ്പീറ്റായിട്ട് കാണിക്കും. അപ്പോൾ ഹെഡറിനെ തന്നെ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
നമുക്കിപ്പോൾ എന്തെങ്കിലും ഹെഡിങ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നടുക്കത്തെ സെക്ഷനിൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഫൂട്ടറിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ താഴെയാണ് നമ്മൾ പേജ് നമ്പറൊക്കെ ആഡ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആദ്യം പേജ് നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഫൂട്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ടാബിൽ പോയിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പേജ് നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു കമാൻഡ് വരും. എന്നിട്ട് നമ്മൾ ഈ ഷീറ്റിൻ്റെ വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പേജ് നമ്പർ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് പേജിൽ നമുക്കിവിടെ കാണാം രണ്ടാമത്തെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര പേജ് ഉണ്ടെങ്കിലും നമ്മൾ ഒരു വട്ടം ഫൂട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആവും. ഇനി ഫൂട്ടറിൽ എന്തൊക്കെ ഓപ്ഷനാണ് അവൈലബിൾ ഉള്ളതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഈ റിബണിൽ ഫൂട്ടർ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ നമുക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം പേജ് 1/2 എന്ന് എഴുതിയേക്കുന്നത്. പേജ് 2 ചെല്ലുമ്പോഴേക്കും പേജ് 2/2 എന്ന്. അപ്പോൾ ഇത് പേജ് നമ്പർ ഡിസ്പ്ലേ ചെയ്യാനുള്ള വേറൊരു ടൈപ്പ് ഓഫ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഷീറ്റിൻ്റെ നെയിമോ അല്ലെങ്കിൽ നമുക്കിവിടെ ഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫയൽ പാത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ റിബണിൽ ഹെഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതിൽ എന്തൊക്കെ ഓപ്ഷനാണ് അവൈലബിൾ ഉള്ളതെന്നാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഓപ്ഷൻസും ഇവിടെയുണ്ട്. ഇപ്പോൾ എക്സലിൽ ഈ ഡീഫോൾട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അല്ലാതെ നമുക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു സെയിൽസ് ഡാറ്റ ആയതുകൊണ്ട് നമുക്ക് സെയിൽസ് ഡാറ്റ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഡാറ്റയുടെ സൈസും കളറൊക്കെ മാറ്റണമെങ്കിൽ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഹോം ടാബിൽ പോയിട്ട് നമുക്ക് സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബോൾഡ് ആക്കാൻ പറ്റും. കളർ വേണമെങ്കിൽ കളറും മാറ്റാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഹെഡറിൽ ഒരു ലോഗോ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലോഗോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഏത് സെക്ഷനിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ സെക്ഷനിൽ നമുക്കൊരു ലോഗോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പിക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഫയലിൽ നിന്ന് നമ്മളൊരു പിക്ചർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലോഗോ ഇമേജ് നമ്മുടെ ഫയലിൽ പോയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി നെറ്റിൽ നിന്ന് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ പിക്ചർ എന്ന് പറഞ്ഞൊരു കമാൻഡ് വന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ പേജിൽ വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഇമേജ് ഇവിടെ ഇൻസേർട്ട് ആവും. അപ്പോൾ ഇതൊരു വലിയൊരു ഇമേജ് ആയിട്ടാണ് ഇവിടെ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എവിടെയാണോ നമ്മൾ ഇമേജ് ഇൻസേർട്ട് ചെയ്ത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹെഡർ ആൻഡ് ഫൂട്ടർ ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർമാറ്റ് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ടാബിൻ്റെ അകത്ത് നമുക്ക് സൈസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് നമുക്ക് 24 വരെ ഒരു 2.5 ആക്കാം. അതുപോലെ തന്നെ നമുക്ക് വിഡ്ത്തും 2.5 ആക്കാം. എന്നിട്ട് നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേജിൻ്റെ വേറെ ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഇമേജ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇമേജിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പേജിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ ഈ ലോഗോ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഹെഡർ ആൻഡ് ഫൂട്ടറിന് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്. കൂടുതൽ പ്രിൻറ്റിങ് ഓപ്ഷൻസ് കാണണമെങ്കിൽ നമ്മൾ പേജ് ലേഔട്ട് എന്ന് പറഞ്ഞ ടാബിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ നേരത്തെ കണ്ട പോലെ മാർജിൻസും ഓറിയൻറ്റേഷനും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പ്രിൻ്റ് ഏരിയ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ നോർമൽ വ്യൂവിൽ പോയിട്ട് കുറച്ച് ഡാറ്റ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പ്രിൻ്റ് ഏരിയ സെറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ പേജ് ബ്രേക്ക് വ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റ മാത്രം പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സെൽസ് മാത്രം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആ സെൽസ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പേജ് ബ്രേക്ക് വ്യൂവിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഓറിയൻറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് ഏരിയ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രിൻ്റ് ഏരിയയിൽ തന്നെ ക്ലിയർ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇത് ഡീഫോൾട്ട് പ്രിൻ്റ് ഏരിയയിലേക്ക് തിരിച്ചു പോകും. പിന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് മാനുവലി പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ പേജിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ റിബണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ഓപ്ഷനാണ് പ്രിൻ്റ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻ്റ് പ്രീവ്യൂവിൽ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ Ctrl+P പ്രസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ടേബിൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ടേബിളിൻ്റെ ഹെഡർ ഉണ്ട്. അതായത് ഡേറ്റ്, എംപ്ലോയി, കൺട്രി ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇനി നമ്മൾ രണ്ടാമത്തെ പേജിൽ പോകുമ്പം നമുക്ക് ആ ടേബിളിൻ്റെ ഹെഡർ ഇല്ല, കാരണം അത് ഫസ്റ്റ് പേജിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഡാറ്റയുടെ ഹെഡർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേജിൽ പോയിട്ട് നോക്കേണ്ടി വരും. ഇനി നമുക്ക് നമ്മുടെ പേജ് ഹെഡർ എല്ലാ പേജിലും വേണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പ്രിൻ്റ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രിൻ്റ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമുക്ക് തിരിച്ച് പോവാം. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം പുതിയൊരു വിൻഡോ വരും. അപ്പോൾ ഈ വിൻഡോ നോക്കുവാണെങ്കിൽ പ്രിൻ്റ് ടൈറ്റിൽസ് എന്നുള്ളതിൻ്റെ അടിയിൽ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്
നമ്മുടെ ടേബിളിൽ പോയിട്ട് ഏത് റോയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഒന്നാമത്തെ റോ നമ്മളിവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും പ്രിൻ്റ് പ്രിവ്യൂവിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് പേജിൽ ഹെഡറുണ്ട്. നമ്മൾ രണ്ടാമത്തെ പേജിൽ പോകുമ്പോൾ രണ്ടാമത്തെ പേജിൽ ഹെഡറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡാറ്റ എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് ഈ ഹെഡർ നോക്കി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ റിബണിലേക്ക് തിരിച്ച് വരുവാണെങ്കിൽ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് സ്കെയിലിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വിഡ്ത്ത് ഓട്ടോമാറ്റിക് എന്നാണ് ഇപ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. നമുക്കത് മാറ്റിയിട്ട് ഇവിടെ 1 പേജ് 2 പേജ് എന്നൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ഡാറ്റ നോക്കുവാണെങ്കിൽ ഇത് മൊത്തം 2 പേജിലായിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഒരു പേജിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ട് ഇത് ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് നമ്മൾ 1 പേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫുള്ള് ഡാറ്റയും ഒരു പേജിലായിട്ട് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ഡാറ്റേനെ ഒരു പേജിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡാറ്റയുടെ സൈസ് കുറച്ചിട്ടാണ് ഇത്രയും ഡാറ്റയെ ഒരു പേജിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ ഡാറ്റയെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇനി താഴത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൂം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ നേരത്തെ നമ്മുടെ പേജ് സെറ്റപ്പ് വ്യൂവിൽ കണ്ടതും. അപ്പോൾ ഇത്രയാണ് എക്സലിൽ പ്രിൻറ്റിങ്ങിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങളുടെ ഡാറ്റയുടെ ഹൈറ്റും വിഡ്ത്തും അനുസരിച്ച് ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാക്സിമം ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇൻ്റർമീഡിയറ്റ് സീരീസിലൂടെ വീണ്ടും കാണാം.